പാല് കാച്ചിന് പോയാലോ? അങ്ങനെ ഞാൻ സിമ്പിൾ ലുക്കിലൊന്ന് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ചെന്നപ്പോഴത്തേക്ക് പാല് കാച്ചി തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ പോറ്റിയൊക്കെ വന്നേ ഉള്ളായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാല് കാച്ചിൻ്റെ ചടങ്ങൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു കളർ കോഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ. അപ്പോൾ വിളക്കൊക്കെ കൊണ്ട് നമ്മളെ വീടിൻ്റെ അകത്തൊക്കെ കയറി. അപ്പോൾ അതാട്ടോ അച്ചാമ്മയും കൊച്ചച്ഛനും കുഞ്ഞേയും കൊച്ചുങ്ങളും എല്ലാവരും കയറി. ഇതായത് നമ്മുടെ ദേവൂസുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീടൊക്കെ കണ്ടിട്ട് നമ്മുടെ പാല് കാച്ചൽ ചടങ്ങാണ്. അങ്ങനെ തീ കത്തിച്ചുകൊണ്ട് പോവാണ് കൊച്ചച്ഛൻ. അങ്ങനെ നമ്മൾ പാലൊക്കെ കാച്ചിട്ട് ഞാനും ദേവും കൂടെ അങ്ങ് കുഞ്ഞയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് കാപ്പിയൊക്കെ കുടിച്ചായിരുന്നു. ഇഡ്ഡലി സാമ്പാറും വടയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കുഞ്ഞു മണീസിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബക്കാരെ കുറച്ച് കുടുംബശ്രീയും നമ്മുടെ കുറച്ച് കുടുംബശ്രീയുടെ ഇടയ്ക്ക് കൊച്ചുങ്ങളൊരു റെയ്ബാൻ ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്ന് നല്ല ലുക്കായിട്ടില്ല ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇത് ദേവുവിൻ്റെ ഷോളാണ്. അതെൻ്റെ ചുരിദാറിൻ്റെ കൂടെ ഇട്ട് നോക്കിയും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് കൊള്ളാമെന്നുകൊണ്ട് കാണിക്കുന്ന ഷോ ആണ് ഗൈസ്. നല്ല ക്യൂട്ട്നെസ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആ സൈഡിൽ നിന്ന് ശ്രീകുട്ടീനെ വിളിച്ച് നമ്മൾ ക്യൂട്ട്നെസ് കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവർ രണ്ടെണ്ണം കൂടെ വായി നോക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതിങ്ങനെ പോയി ക്യാപ്ചർ ചെയ്താണ്. ഇതാണ് കൊച്ചൻ്റെ രണ്ട് മക്കൾ, അല്ലു ലല്ലു. അപ്പോൾ അത്ര